വെൽക്കം ടു PSC ജേണി. PSC ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് +2 മെയിൻസ് എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷനാണ്. അപ്പോൾ വളരെ കുറച്ച് സമയം തന്നെയുള്ളൂ. പക്ഷേ നമ്മളെ സംബന്ധിച്ച് എന്താണ്, നമ്മളിപ്പോൾ LDCയും അതിപ്പോൾ ലാസ്റ്റ് ഈ ഫീൽഡ് വർക്കറും ഒക്കെ എഴുതിയിട്ടിരിക്കുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർഡ് ആണെന്ന് തന്നെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക കേട്ടോ. ആ ഒരു പോസിറ്റീവ് എനർജി തന്നെ നിങ്ങളുടെ ഉള്ളിൽ ആദ്യം ഉണ്ടായിരിക്കണം. കാരണം നിങ്ങൾക്ക് ഈ ഒരു +2 മെയിൻസിന് വരുന്നത് ഒരു 20 മാർക്കിന് വരുന്ന ഒരു സ്പെഷ്യൽ ടോപ്പിക്സ്, അതൊഴിച്ച് ബാക്കിയെല്ലാം തന്നെ നിങ്ങൾ പഠിച്ച് പക്കായിട്ടുള്ളവർ തന്നെയാണ്. ഒരുവിധം എല്ലാം പക്കായിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു കടമ്പയല്ല ഈ ഒരു +2 മെയിൻസ് എന്ന് പറയുന്നത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ GKയുടെ പോർഷൻസ് ഒരുവിധമൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി കൂടുതൽ പുതിയതായിട്ട് പഠിക്കാതിരിക്കുക. ഈ GKയുടെ പോർഷൻസ് നിങ്ങൾ പഠിച്ച് തന്നെ ഒന്നും കൂടെ റിവൈസ് ചെയ്യുക. പിന്നെ പറയാനുള്ളത് ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫയേഴ്സ്, ഇതിൽ നിന്ന് 10 മാർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിരിക്കണം. ആ ഒരു അതിൽ നിന്ന് നമ്മൾക്ക് എന്താ പറയുക, ആ ഒരു ഔട്ട് ഓഫ് സിലബസ് ഒന്നും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അതിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ അത് നമ്മൾ പഠിച്ച പക്ക തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ മാർക്ക് മേടിക്കാൻ നോക്കുക. നിങ്ങൾക്കൊരു ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫയേഴ്സ് ഒരു 40 മാർക്ക്, ആ 40 മാർക്കിൽ നിന്ന് ഒരു 30-35 മാർക്കെങ്കിലും നിങ്ങൾ മേടിക്കാൻ നോക്കുക. അപ്പോൾ തന്നെ ഒരുവിധം മാർക്കായി. പിന്നെ നിങ്ങൾ GK ആണ്. GK എന്ന് പറയുന്നത് നിങ്ങൾ ഒരുവിധം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ളവർ തന്നെയാണ്. പ്രത്യേകിച്ച് ഭരണഘടന എന്ന് പറയുന്ന പോർഷനൊക്കെ നമുക്ക് ഷുവറായിട്ട് നമുക്ക് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അവിടുത്തെ ഒരു 3-4 മാർക്കൊക്കെ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ അത് എന്തായാലും ആ ഒരു മാർക്ക് നമുക്ക് മേടിക്കാൻ പറ്റും. പിന്നെ വരുന്നത് എന്താണ്, ജോഗ്രഫിയും ഹിസ്റ്ററിയും പിന്നെ സയൻസും കൂടെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ ഏരിയയൊക്കെ തന്നെ നമ്മൾ എന്താ പറയുക തറവായിട്ട് പഠിച്ച് കഴിഞ്ഞ ഏരിയ ആണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇനി ചെയ്യാനുള്ളത്. SCRT ബുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് എടുത്ത് വായിച്ച് നോക്കുക. പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം കൊടുക്കേണ്ടത് നിങ്ങൾ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്സിനായിരിക്കണം. ബാക്കി ടോപ്പിക്സുകളെ അപേക്ഷിച്ചിട്ട് നിങ്ങൾ കൂടുതൽ സമയം കൊടുക്കേണ്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക്സ് ആയിരിക്കണം. കാരണം സ്പെഷ്യൽ ടോപ്പിക്സ് എന്താ പറയുക, നിങ്ങൾ പലരും ഈ ഒരു മറ്റ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട്, ഇപ്പോൾ ഈ കഴിഞ്ഞു പോയ എക്സാമുകൾക്കൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്സ് അധികമായിട്ട് പഠിക്കുകയോ അല്ലെങ്കിൽ റിവൈസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. നിങ്ങൾ കൂടുതലും ഈ GK, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫയേഴ്സ് ഇതിൻ്റെ പിന്നാലെ തന്നെ ആയിരുന്നിരിക്കും. അപ്പോൾ ഈ ഒരു +2 മെയിൻസ് വരുമ്പോഴായിരിക്കും ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഏരിയയിൽ കുറച്ച് ബാക്കിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ടൈം ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് കൂടുതൽ സമയം ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിനായിട്ട് കൊടുക്കുക. കാരണം ആ ഒരു ഏരിയ തന്നെയായിരിക്കും കൂടുതൽ അവർ സ്ട്രെസ് ചെയ്ത് ചോദിക്കാൻ. കാരണം അതിന് സെപ്പറേറ്റ് ഉള്ളൊരു ടോപ്പിക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ റാങ്ക് ഫയൽ ഉണ്ടായിരിക്കും, അതുമായിട്ട് ബന്ധപ്പെട്ട റാങ്ക് ഫയൽ അല്ലെങ്കിൽ ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കേട്ട് ഡെയിലി ഒന്ന് പഠിക്കാൻ നോക്കുക. ആ ഒരു ഏരിയ തറാക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെയായിരിക്കണം നിങ്ങൾ ഇനി പഠനം കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളിൽ ഒരു സ്വയം വിശ്വാസം ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ എല്ലാം തന്നെ പഠിച്ച് സെറ്റായിട്ടിരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. എല്ലാം പഠിച്ചു എന്ന് പറയുന്നില്ല, എല്ലാവരെ കൊണ്ടും പഠിക്കാൻ പറ്റില്ലെങ്കിലും നമ്മൾ ഒരു സെറ്റായിട്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിൽ വിശ്വാസം ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് ഈ ഒരു മറ്റ് എന്താ പറയുക LDC പോലുള്ള പോസ്റ്റുകളെക്കാളൊക്കെ വളരെ കട്ട് ഓഫ് കുറയുകയും അതുപോലെ തന്നെ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഫിസിക്കലും കൂടെ പാസ്സായ ജോലി ഉറപ്പ് എന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള പോസ്റ്റുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഏരിയകളിൽ നിന്നൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കുക. ഒരു 60-65 ഒക്കെ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്താൽ തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്തായാലും ഷുവറായിട്ടും ജോലി ലഭിക്കും. പിന്നെ നിങ്ങൾ ഈ ഒരു പോസ്റ്റിനൊക്കെ അപ്ലൈ ചെയ്യുന്നവർ എന്തായാലും ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ളവർ തന്നെയായിരിക്കും, അല്ലെങ്കിൽ അതിനുവേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറായിട്ടുള്ളവർ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഏരിയ വിഷയം ഉണ്ടായിരിക്കില്ല. ഫിസിക്കലും കൂടെ പാസ്സായി കഴിഞ്ഞാൽ ഷുവറായിട്ട് നിങ്ങളുടെ കയ്യിൽ ജോലി ഇരിക്കും. അപ്പോൾ അതാണ് ഇത്തരത്തിലുള്ള പോസ്റ്റുകളുടെ പ്രത്യേകത. മറ്റേ LDC ഒക്കെ പറയുമ്പോൾ എന്താണ്, ലിസ്റ്റിൽ വന്നാലും നമുക്ക് ജോലിയൊന്നും ഉറപ്പില്ല. അപ്പോൾ പക്ഷേ ഈ പോസ്റ്റുകളുടെ കാര്യം അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആ ജോലി ഇരിക്കും എന്നുള്ളത് ഷുവറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ നല്ല രീതിയിൽ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഒരു 60-65 മാർക്ക് നിങ്ങൾ സേഫ് ആയിട്ടിരിക്കാൻ നോക്കുക. ആ ഒരു മാർക്കിലേക്ക് എന്തായാലും അതിൽ കൂടുതൽ നിങ്ങൾ വാങ്ങിക്കാൻ നോക്കുക കേട്ടോ. എങ്കിൽ ആ ഒരു ലെവലിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.